ഷെഫീൽ ഓൺ സ്റ്റേജ് പ്ലീസ്. ഷീജാക്ക സ്റ്റേജിലേക്ക് വരണം. നമ്മുടെ സീനിയർ ഔഷധ വേദിയിലേക്ക് മോനുണ്ട് കേട്ടോ. ഇയാള് ആള് മോശമൊന്നുമല്ല, നല്ല വില്ലനാണ് കേട്ടോ. വോയിസ് ഓഫ് കേരളയെ കുറിച്ച് രണ്ടു വാക്ക് പറയിപ്പിക്കണം. ഇവിടെ വെറുതെ ഇടാൻ പാടുണ്ടോ അല്ലേ? വോയിസ് ഓഫ് കേരള വളരെ യാദൃശ്ചികമായിട്ട് നമ്മുടെ അനസ്മായി ഒരു ദിവസം ഒരു ഫോൺ ചെയ്യുകയായിരുന്നു. ഷഫീഖ് ഭായിക്ക് നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, അതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. നമുക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആദ്യത്തെ മീറ്റ് ഇവിടെ പാർക്കിൽ വെച്ചിട്ടായിരുന്നു, നമ്മുടെ ഫോൺ പാർക്കിൽ വെച്ചിട്ടായിരുന്നു. എല്ലാവരും പരസ്പരം പരിചയമുള്ള ആൾക്കാരാണ്, ആരും അപരിചിതരൊന്നുമല്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. വളരെ പരിമിതമായ അംഗങ്ങൾ മാത്രമല്ല, നല്ലൊരു കൂട്ടായ്മയായിട്ടാണ് അന്ന് നമുക്ക് തോന്നിയത്. ഇതിൽ പ്രത്യേകിച്ച് വലിയ വലിപ്പച്ചെറുപ്പങ്ങളൊന്നും ഇല്ലാതെ സമഭാവനയോടുകൂടി, സമത്വത്തോടുകൂടി, സൗഹാർദ്ദതയോടുകൂടി പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടം മലയാളികൾ, അതായിരുന്നു അവരുടെ ഒരു ഉദ്ദേശം. ആ ഒരു വോയിസ് ഓഫ് കേരള എന്നുള്ള ഈ ഒരു പേര്, അത് വോയിസ് ഓഫ് കേരള എന്നതിലുപരി ഫേസ് ഓഫ് കേരളയായി മാറുന്ന ഒരു രീതിയാണ് നമ്മൾ അവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായിരുന്നാലും വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് അഷ്റഫിക്ക എടുത്തത്, നമ്മുടെ അനസ്ബായി എടുത്തത്. അതുപോലെ തന്നെ ഇതിലുള്ള ഓരോ അംഗങ്ങളും അവരാണ് ആദ്യം ഇതിനെ കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഐഡിയ പകർന്നു നൽകുകയും ചെയ്തത്. ആ ഒരു പ്രവൃത്തിയില്ല, ആ ഒരു തുടക്കം വളരെ നല്ല നിലയിലാവുകയും അതിനെ ഇവിടം വരെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. ഇനിയും ഇത് ഒരുപാട് വളർന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വോയിസ് ഓഫ് കേരള എത്തിച്ചേരട്ടെ എന്നുള്ളതാണ് നമ്മളുടെ പ്രാർത്ഥന. എന്തായിരുന്നാലും ഇന്നിപ്പോ ഈ ഒരു ദിവസം, ഈ ഒരു വീക്കെൻഡിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാൻ ഇവിടെ ഈ ഒരു സാഹചര്യം ഒരുക്കി തന്ന വോയിസ് ഓഫ് കേരളയ്ക്ക് വളരെ വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സൗഹാർദ്ദം, ഈ ഒരു ആത്മാർത്ഥമായ സഹകരണം, ആത്മാർത്ഥമായ സോഷ്യലൈസിംഗ് എന്ന് തന്നെ പറയാം. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയ്ക്ക് വരുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ഒത്തുകൂടലുകളായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് നമുക്ക് ഒരു പീസ് ഓഫ് പ്ലാസ്റ്റിക്കിലൂടെ ദുനിയാവുമായിട്ടെല്ലാം നമുക്ക് സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അതിനു മുമ്പ് ഈ ഒരൊറ്റ മാത്രമായിരുന്നു, കൂട്ടായ്മകൾ, ഒത്തുചേരലുകൾ മാത്രമായിരുന്നു. എന്നിരുന്നാലും ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിലും ഇത്തരം ഒത്തുകൂടലുകൾക്കെല്ലാം പ്രസക്തിയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഓരോ ഒത്തുകൂടലുകളും. എന്തായിരുന്നാലും എല്ലാവരുടെ മനസ്സിലെയും ഈ നിഷ്കളങ്കമായ സൗഹാർദ്ദത, സഹകരണം, സഹവർത്തിത്വം ഇന്നും നാളെയും ഇനിയുള്ള എല്ലാ കാലങ്ങളിലും നിലനിൽക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ മാനേജർക്ക് കൊടുക്കുകയാണ്, എന്റെ ബോസിന് കൊടുക്കുകയാണ്, ഷീജായ്ക്ക് കൊടുക്കുകയാണ്. എന്തായാലും വോയിസ് ഓഫ് കേരളയുടെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. അൽഹംദുലില്ലാ നമ്മുടെ വിചാരിച്ചാലും നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാൻ സാധിച്ചു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അനസിക്കായാലും അഷ്റഫിക്കായാലും അമീനക്കായാലും എല്ലാവർക്കും ഹൃദയം നിന്ന് നന്ദി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആഴ്ചയിൽ 6 ദിവസം വർക്കെങ്കിലും ഒരു ദിവസം വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും അതിങ്ങനെ ഒത്തുചേരലും ഒരു കൂട്ടായ്മയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു മനസ്സിനൊക്കെ സന്തോഷമാണ്. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായി നിൽക്കുന്നവർക്ക് വേറെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്, ആരോഗ്യപരമായി നിൽക്കുന്നവർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളാണ്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും പ്രശ്നത്തിന് കൂടാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാവർക്കും കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ്, സന്തോഷമാണ്. എല്ലാവരും ഇതിനെ ഒത്ത് കാണാനൊക്കെ പറ്റുന്നത്. വോയിസ് ഓഫ് കേരളയ്ക്ക് ഇനി ഇത് ഫസ്റ്റ് പ്രോഗ്രാമാണ്. ഇനി ഇതിലുള്ള വലിയ പ്രോഗ്രാമുകളും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും ഞങ്ങൾ നിർത്തുന്നു. ഞാൻ ഷീജ ഷെഫി. അപ്പൊ നമുക്ക് ഷെഫി ഷീജ ദമ്പതികളെ ആദരിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫിക്കയും സിനി ഔഷധയെ വേദിയിലേക്ക് വിളിക്കാനേ ഒരു നല്ല കൈയുടെ ഇവിടുത്തെ എനിക്കത് എല്ലാവർക്കും വെച്ചിട്ട് പോകണമെന്ന്. ഇത് കൈകാണ്ട് പ്രത്യേകിക്കാറില്ലല്ലോ. അപ്പൊ ആ ഒരു കൈയടിച്ചോ, കൈയടിച്ച് കേട്ടോ, അത് പൈസ കൊടുക്കണ്ട, നന്നായിട്ട് കൈയടിക്കും. അപ്പോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാവരും